അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിൻ്റെ നോട് ചേർന്ന് കിടക്കുന്ന എടച്ചാലിൽ പാലത്തിൻ്റെ മുകളിലാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്കിന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് മീനൊക്കെ വാങ്ങാൻ കരുതി വന്നതാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ ഈ സൈഡിൽ വള്ളക്കാരൊന്നുമില്ല. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കുറച്ച് വള്ളക്കാർ കിടപ്പുണ്ട്, 1-2 പേരുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി മീനൊക്കെ ഒന്ന് നോക്കാം എന്താ ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് തന്നെ പോകാം കേട്ടോ. പാരയെല്ലാം കൂടെ ചായ കേട്ടോടാ നിങ്ങളെ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോഴേ നമുക്ക് മീനൊന്നും കിട്ടിയില്ല. അവിടെ മീനില്ല. ഇപ്പം കാറ്റൊക്കെ ആയതുകൊണ്ട് മീനൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ വളവില്ലേ, അറിയത്തില്ല, അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മീൻ മേടിക്കാൻ വന്നത്. മീൻ വല്ലതും ഉണ്ടോ? കരിമീൻ. മീനൊന്നും ഇല്ല ഇല്ലയോ? അത് മേടിക്കാം. വാ. ഞങ്ങൾ മലയൊക്കെ ഇടും ഇടയ്ക്കൊക്കെ. അപ്പോൾ ഇപ്പം കുറേ ദിവസം കൊണ്ട് ഇട്ടിട്ട് മീനൊന്നും കിട്ടുന്നില്ല. കായലും ഇല്ല, തോട്ടുവഴിക്കും ഇല്ല, ഒന്നുമില്ല മീന്. എത്ര രൂപ വേണോ? അല്ല എന്നാ പറ, എത്ര രൂപ? കരിമീന്റെ വില ചാടിപ്പോകും. എത്ര വല പോലെയെന്നറിയോ? നിങ്ങൾക്ക് അതിന്റെ പണി അറിയാവുന്നോണ്ട് അറിയാം. നമ്മള് ഡെയിലി ഇടുന്നായിരുന്നു. ഇപ്പൊ 2 ആഴ്ച കൊണ്ട് ഇടുന്നില്ല. ഞങ്ങൾ ഇവിടെ തൊട്ടപ്പുറം മീനിറങ്ങി കിട്ടും. ഈ അടുത്തായിട്ട് ഒന്നുമില്ല. മീനും ഞണ്ടുമൊക്കെ കിട്ടും. ഞണ്ടുമൊക്കെ കിട്ടുമായിരുന്നു. ഞണ്ടും ഇല്ല ഒത്തിരി. അതെ, അത് പിന്നെ വിലയും കിട്ടിയത്. 3000 രൂപ വേളുണ്ട്. ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇവിടെ കൊടുത്തായിരുന്നു. മാനുമായിട്ട് വില. 1 കിലോ ഉള്ള ഒരു ഞണ്ടേ ഒരു ദിവസം എനിക്ക് കയറി. എനിക്ക് ഇത് കിട്ടാനും അറിയത്തില്ല. ഞാൻ തെരിച്ചിട്ടിട്ട് അവന്റെ കടവിലോട്ടില്ല, മണക്കടയിലായിരിക്കും. ഇത് തന്നെ അത് തൂക്കിട്ട് നല്ല ഞണ്ടാന്ന് പറഞ്ഞിട്ട് 700 ഗ്രാം 1 കിലോ ഉള്ള ഞണ്ടാണ്. ഒന്നുമില്ല. അപ്പോഴും നമ്മുടെ നമ്മളെ മീനൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് 100 രൂപയ്ക്കുള്ള മീനൊന്നുമില്ല. പിന്നെ ഒരാളിൻ്റെ കഷ്ടപ്പാടാണ്. ഒരാൾ രാവിലെ വന്ന് വലയിട്ട് അത് എത്ര മണിക്കൂറുകളായി വിശന്ന് ആഹാരം പോലും കഴിക്കാതെ വെള്ളവും ഒന്നും കുടിക്കാതെ ഇത്രയും നേരം നിന്ന് കഷ്ടപ്പെട്ട് കിട്ടുന്ന ഒരു മീനായത്. അപ്പം നമ്മളൊരു 100 രൂപ ചോദിച്ചാൽ അത് കൊടുത്ത്. കാരണം നമുക്കും നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. നമ്മളും പോയി വലയിട്ടിട്ട് കഴിയുമ്പോൾ നമുക്കും മീനൊന്നും കിട്ടില്ലുള്ള വിഷമം നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൊടുത്തതാട്ടോ. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ 100 രൂപയുടെ മീനില്ല. ഈ ഒരു കരിമീനിനൊന്നും 100 രൂപയൊന്നും ഇല്ല കേട്ടോ. വേണ്ട.
അപ്പോൾ പിന്നെ ഈ കായൽ മീൻ ആയതുകൊണ്ട് നമ്മൾ പച്ചത്തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കടമീൻ മേടിക്കുന്നതിനേക്കാൾ നല്ലതാണ്. കടമീനും വരുന്നില്ല കേട്ടോ, കടമീനും കുറവാണ്. രാവിലെയുള്ള ഒരു 3-4 വണ്ടിക്കാർ വരുന്നതായിരുന്നു. അപ്പോൾ ഇന്ന് അവരും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് ഇങ്ങനെ മീനിന് ഇറങ്ങിയത്. അപ്പോൾ നമുക്കിനി അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം. രാവിലെ ഇങ്ങ് വരുമോ? ലോട്ടറി എടുക്കട്ടെ. ഇവിടം വരെ വന്നില്ലയോ? ഏതാടാ മോനെ നമ്പർ ഏടാ? നിന്റെ ഈ ചില്ലറ ഉണ്ടോ? ഉണ്ടോ? എത്ര ഉണ്ട്? 50 രൂപ എടുക്കാണ്ടോ? ഞാനൊരു നമ്പർ ഇവിടെ കണ്ടുപിടിച്ചു. 9 ആയിരിക്കും. 69. എണ്ണേ ഉള്ളൂ. എൻ്റെ അവിടെ ഉണ്ട്. അയ്യോ എൻ്റെ 50 അല്ല 20. ഇത് 50 രൂപയാക്കി വെച്ചിരുന്നേ. മോളെന്തതിന് വന്ന് സുജേ? +1 ആയില്ലേ? കനമൊക്കെ ഉണ്ടോ? എന്തോനെ തണുത്ത വെള്ളല്ലേ ചോദിക്കുമ്പോ കൊടുക്കാല്ലോ. ഫ്രിഡ്ജ് ഉണ്ടോ? അല്ല മറ്റേ ഫ്രിഡ്ജിന്റെ ആ മാങ്ങയുടെയും കൊണ്ട് എടുത്തിട്ട്. അല്ല മാങ്ങയുടെ പൈസ എടുത്തില്ലയോ? മാങ്ങയുടെ പൈസ എടുത്തില്ലേ? ഉപ്പിലിട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുളക് പൊടി ഇടണോ? വേണ്ട, മാങ്ങ മാത്രം. വെള്ളം വേണോ? പോക്കറ്റ് ഉണ്ടോ? ഒന്നുമില്ല, ഒരു കരിമീനും ഒരു ചെറിയൊരു കണമ്പ് 100 രൂപ. വെള്ളം അടിക്കണ്ടേ? നെല്ലിക്ക വേണ്ടേ? ആ നെല്ലിക്ക കൂടെ ഇട്. വെള്ളം മതിയോ? മതി മതി. വെള്ളം തുടങ്ങും ആരും കുടിക്കത്തില്ല. ടേസ്റ്റ് ആയിരിക്കും ചിലത് കിടക്കുമ്പോഴേ. മാങ്ങായവനെ നെല്ലിക്ക കൂടെ അതിനകത്തിടണോ അതോ വേണ്ട? വേറെ എടുത്താൽ മതി. വേറെ എടുക്കട്ടെ. ഇല്ല ചേട്ടൻ ഇപ്പം ഒന്നിനും പോകുന്നില്ല. കക്ക വരാൻ പോവായിരുന്നു, ഇപ്പം വയ്യ. കുറേ ഉണ്ട്, ഇപ്പം 2-3 മാസം കൊണ്ടേ പോകുന്നില്ല. ഇതിന്റെ വെള്ളം വേണോ മോനെ? ആ അതിൻ്റെ ഒഴിച്ചാരേ. എത്ര വേണം? 4 മതി ചേച്ചി. ആ മതി മതി. കുടുവൻ തവി എടുക്കാൻ വേണ്ടി അതൊരെണ്ണം മേടിച്ചിടണം, അതാകുമ്പോൾ എളുപ്പമാണ്. 2ലും ആ തവി അങ്ങ് ഇട്ടിരുന്നാൽ മതി, അന്നേരം അത് പിന്നെ ഉപയോഗിക്കാതിരിച്ച്. ഈ ജാറിന് പരുവുള്ളേ ഇത് മേടിക്കണം. അപ്പം അതിൽ പറഞ്ഞിട്ട് ഇതിൽ 2 പിന്നെ മാറി പിന്നെ എടുക്കണ്ടല്ലേ. ആ റബ്ബർ ഇട്ടോ. എത്ര 2 കൂടെ? ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കൂടെ ആവും. ഇവിടെ ചൂണ്ടിടാൻ കിട്ടുമല്ലോ മോനെ? ചൂണ്ട ഇടുന്നോണ്ട് ആർക്കും കിട്ടത്തില്ല. ഇപ്പൊ ഞാൻ പിടിക്കുമായിരുന്നു. ഞങ്ങളിവിടെ ഞാൻ നാരങ്ങളും ഉരുപ്പുണ്ടായിരുന്നു പിടിക്കത്തില്ല. ചാലിൽ വെള്ളത്തിൽ അതുകൊണ്ട് പിടിക്കുന്നില്ല. എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഇല്ല വെള്ളത്തിന്റെ ഇടിന്നൊക്കെ. അന്നേരം ആണുങ്ങൾ പറയുന്നത് പാണങ്ങൾ കിട്ടത്തില്ല, അവള് പോയി മീനും പിടിച്ചു വരുന്നത്. ഇപ്പൊ കിട്ടുന്നില്ല. ഇതിനുമ്പ് പിടിക്കുമായിരുന്നു. ആ എന്താണെന്നറിയാമോ? പക്ഷെ ഞാൻ ഇവിടെ നിന്നോണ്ട് ചൂണ്ടയിടുമായിരുന്നു. പിന്നെ അവസാനം രാജേട്ടൻ വഴക്ക് പറഞ്ഞു, നീ ലോട്ടറി കച്ചവടം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഒന്നും കിട്ടത്തില്ല. വെള്ളത്തിന് നേര് വ്യത്യാസം. പിന്നെ ഇവിടത്തെ കരിമീൻ ഇങ്ങനെ തോന്നും ചിലപ്പോഴൊക്കെ കാണാം. അവിടുന്ന് എല്ലാം കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. കരിമീൻ ഇതെല്ലാം കൂടെ. അന്തരീക്ഷം നല്ല ചേച്ചി ഇവിടെ. പക്ഷെ ചൂട് ഭയങ്കര ചൂട്. കഴിയുമ്പോൾ കടയ്ക്ക് അതോട്ട് ഇങ്ങോട്ട് അടിക്കുന്നു. സൂര്യൻ അപ്പുറത്തോട്ട് മറിയുമ്പോൾ ഇങ്ങോട്ട് വരും അടിക്കും. പിന്നെ പുറത്തിറങ്ങി കുറ്റിയിലൊക്കെ ഇറങ്ങിയിരിക്കും. അവിടെ ഇറങ്ങി അവിടെ ഞാനിവിടെ തണലൊക്കെ മാറി നിൽക്കാം. ഇടയ്ക്ക് കുറച്ച് തണലുണ്ട്, അവിടെ ഇരിക്കും. പിന്നെ ലോട്ടറി കിടക്കുന്നോണ്ട് ഇരിക്കാനും തോന്നില്ല, ടെൻഷനാകും. തീരണ്ടായോ ആരും ഇല്ല ഇപ്പൊ, ഗസ്റ്റുകളേ ഇല്ല ഇപ്പൊ. വയനാട് ദുരന്തം എന്ന് കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞു.
അവിടെ നിന്നൊക്കെ ഇല്ലായിരുന്നു ഒരുപാട് ആളുകൾ ഒരുപാട് വരുന്നു. പിന്നെ അവിടെ നിന്നായിരുന്നു. ചോറ് ആരും കൊണ്ടുവരും? ചോറ് ഒന്ന് ആരും കൊണ്ടുവരും, ആണോ? അല്ലെങ്കിൽ അച്ഛൻ കൃഷ്ണയ്ക്ക് അത് കൊടുത്തു വിടും. വിളിക്കുന്നവരുണ്ട്. വാ പോകാം, അങ്ങ് പോയി അകത്ത്. അപ്പോൾ നമ്മൾ ആ കടയിൽ കയറി സാധനം വാങ്ങില്ലേ, അത് എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയാണ്. ഞാനും ആ കൊച്ചും കൂടെ ഒന്നിച്ച് ആഫീസിൽ ജോലി ചെയ്തേ കേട്ടോ. അപ്പം നമ്മളുമായിട്ട് വലിയ സഹകരണമുള്ളൊരു കൊച്ചാട്ടോ, വലിയ. ഞാൻ ആ ആഫീസിലെന്ന് പറഞ്ഞാൽ കശുവണ്ടി ഫാക്ടറിയിൽ കുറേ ജോലി ചെയ്ത ഒരു 10-15 വർഷം ഞാൻ ജോലി ചെയ്ത നമ്മുടെ തൊട്ടടുത്തൊരു ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ജോലി ചെയ്ത്. അപ്പോൾ അവിടെ ജോലി ചെയ്തപ്പോൾ എൻ്റെ അടുത്ത കൂട്ടുകാരിയായിരുന്നു. കൂട്ടുകാരിയെന്ന് മാത്രമല്ല, നല്ല ഒരു സ്നേഹബന്ധം, ഒരു ചേട്ടത്തി അനിയത്തി വരുന്നു. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് കൊച്ചിനെ കണ്ട് സംസാരിച്ച സമയത്ത് അത് പറയാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആ കണ്ടപ്പോൾ ഉള്ള ഒത്തിരി ദിവസമായി, ഞാൻ ഒത്തിരി നാളായി അടുത്ത് സംസാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷം കൊണ്ട് അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അവിടെ നമ്മൾ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഇനിയിപ്പോൾ ലിജിയുടെ കാര്യങ്ങളൊക്കെ തിരക്കി കേട്ടോ. ലിജി എവിടെ വെച്ച് കണ്ടാലും തിരക്കുമായിരുന്നു. അപ്പോൾ ലിജിയുടെ കാര്യങ്ങൾ, ലിജി എന്തൊക്കെ കഴിക്കും, ലിജിക്ക് ഏത്തക്ക തന്നു വിടാനൊരുങ്ങി. അതുപോലെ കപ്പലണ്ടി, മിഠായി ഇതൊക്കെ ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ വൈകിട്ട് അവിടെ ചൂണ്ടയിടാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് വൈകിട്ട് പോകുമ്പോൾ നമുക്ക് ലിജിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം അവിടെ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കണ്ടൽക്കാടുകളാണ്. കാണിക്ക്, ഇതുണ്ടോ? ഇവിടെ എല്ലാം നല്ല ഇഷ്ടംപോലെ മീനും കക്കായും ഞണ്ടും ഒക്കെ പിടിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ലെന്നാണ് വലക്കാരൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കാടുകളൊക്കെ അന്നൊന്നും ഇത്രയും ഞാനിവിടുന്ന് വരുന്ന സമയത്തൊന്നും ഇത്രയും കാടുകളൊന്നുമില്ല. ഈ അടുത്ത സമയത്ത് കൊണ്ട് ഒരു 6-7 വർഷം കൊണ്ടാണ് ഇത്രയും കാട് ഇങ്ങനെ ഇവിടെ ആയത് കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ അച്ഛനൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നല്ല സ്ഥലമായിരുന്നു. ആ ചെറിയ ചെറിയ പന്നകളൊക്കെ കിളിർത്ത് വരുന്നതേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാം അങ്ങ് കാടായി. നല്ല ഭംഗി ഇതിന് ഉള്ളിലോട്ടൊക്കെ കാണാൻ കേട്ടോ. വള്ളത്തെ പോകുന്നത് നല്ലൊരു രസമാണ്. അപ്പം നിങ്ങൾക്കും ഈ സ്ഥലമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വരിക. ഇസുളവിൽ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ദിവസം പ്രതി വന്നിട്ട് പോകുന്ന ഒരു സ്ഥലം. അത്രയ്ക്കും മനോഹരമായ, ഇതിനപ്പുറത്തോട്ടൊക്കെ നല്ല നല്ല സ്ഥലങ്ങളാണ് കാണുന്നത്. വെള്ളം കയറി വെള്ളക്കെട്ടുകളും ഒക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങളും വരണം കേട്ടോ. തൊട്ടപ്പുറത്ത് ആ കാണുന്നത് ഒരു റിസോർട്ടാണ്. അതിപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ആ റിസോർട്ട് വന്നിട്ട്. ഇവിടെയൊക്കെ വെറും ചതുപ്പ് സ്ഥലങ്ങളായിരുന്നു. ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ മനുഷ്യന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള തോടുകളായിരുന്നു. അപ്പോൾ അവരിവിടെ മണ്ണിട്ട് നികത്തി അവിടെ എല്ലാം ഒരിടവും റോഡും ഒക്കെ ആക്കി. ഇതിനകം ഈ കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗത്ത് ഭയങ്കരമായ ആഴത്തിലുള്ള തോടുകളായിരുന്നു. ഇവിടെയൊക്കെ കൊഞ്ച് കൃഷിയൊക്കെ ചെയ്യുന്ന കുളങ്ങളായിരുന്നു. ഇപ്പോൾ അവിടെ എല്ലാം നികത്തി റിസോർട്ട് ഒക്കെ വന്ന് എന്ത് ഭംഗിയുണ്ട്. ഇതിനുള്ളിലോട്ടൊക്കെ കയറാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ സെക്യൂരിറ്റിയോടൊക്കെ ചോദിച്ചാലും നമുക്ക് ഇവിടുന്ന് കയറാം. അതല്ല അല്ലാതെ നമുക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് റിസോർട്ടല്ലേ, പലരും വന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് അവരെ അനുവാദം ഇല്ലാതെ നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങ് ദൂരോട്ട് ഭയങ്കരമായ വേലിയേറ്റമാണ്. ഈ വേലിയേറ്റമൊക്കെ നമ്മുടെ മുറ്റത്തും കയറേണ്ടതാണ്. ഇത് ആൾക്കാർ താമസിക്കുന്നതിന് ഈ ഒരു റോഡുണ്ടല്ലോ, അങ്ങേ അറ്റം വരെ ഉണ്ട്. അവിടെയൊക്കെ കുറേ ആൾക്കാർ താമസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു റിസോർട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ റിസോർട്ടിൻ്റെ മുറ്റമൊക്കെ മുങ്ങിക്കാണും. ഒരുപാട് വെള്ളം ഇപ്പോൾ ഒരു സമയം ആകുമ്പം വെള്ളം കയറും. ഇനിയിപ്പം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വെള്ളം തിരിച്ചിറങ്ങും. ഈ വെള്ളം കയറുന്നതനുസരിച്ച് ഈ റോഡ് പൊട്ടിപ്പിളർന്ന് പോകും കേട്ടോ. അതാണ് കാര്യം. ദിനംപ്രതി ഇവിടെ 100 കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ദിവസമാണ്. പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു റോഡ് ഒന്നുകൂടി പൊക്കിക്കഴിഞ്ഞാൽ ഈ റോഡിൽ വെള്ളം കയറത്തില്ല. കേട്ടോ വള്ളങ്ങൾ കിടക്കുന്നത്, ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന വള്ളങ്ങളാണ് ഈ കിടക്കുന്നതൊക്കെ. ഒരുപാട് വള്ളങ്ങളുണ്ട്. 800 വള്ളത്തിനടുത്തങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തുകാർക്കെല്ലാം ഒരു ജോലിയായി. അതുകൊണ്ട് ഇത് തൊട്ടപ്പുറത്ത് മാറിയ കുറച്ചുകൂടി നടക്കണം. നമുക്ക് വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടന്നു പോകാവുന്ന ഒരു സ്ഥലം കേട്ടോ. ഈ വെള്ളം കിടക്കുന്നതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പെട്ടെന്ന് നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കടയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നല്ല 2 കടയുണ്ടായിരുന്നു. ഇപ്പോൾ അത് കട ഉണ്ടോ എന്നറിയത്തില്ല. നമുക്ക് എന്തായാലും അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം ആ കട. വേറൊന്നും
പലചരക്ക് കച്ചവടങ്ങളൊന്നുമല്ല, ഇതുപോലെ വരുന്നവർക്ക് വെള്ളം കുടിക്കാനും അതുപോലെ ഭക്ഷണങ്ങൾ കഴിക്കാനും ഒക്കെ ഒരു ചെറിയൊരു ഫുഡിൻ്റെ കടയാണ്. അവിടെ ഈ ഇവിടെ എല്ലാം പൊട്ടിപ്പിളർന്ന് ഇരിക്കും കേട്ടോ. നമ്മുടെ മുറ്റത്ത് ഇതുപോലെ കഴിഞ്ഞ ദിവസം കുറേശ്ശെ വെള്ളം അലിച്ചലിച്ച് വരാൻ തുടങ്ങി. പക്ഷെ കയറത്തില്ല. നമ്മളിപ്പം കുറേ മണ്ണൊക്കെ ഇട്ട് പൊക്കിയതുകൊണ്ട് വെള്ളമൊന്നും കയറത്തില്ല. എന്നാലും ഒരു ചെറിയൊരു ഇതുണ്ട് കണ്ടോ. ഇവിടെ ഈ ഒരു കസേര ഉണ്ടോ, അത് വള്ളക്കാർ ഇരിക്കുന്നതാട്ടോ. വള്ളക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നത് അവർ. കാരണം അവരുടെ വെള്ളമൊക്കെ കൊണ്ട് കയാക്കുണ്ടല്ലോ, അതൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന അവരെ നോക്കി അതൊക്കെ കണ്ട് അവരും ആസ്വദിച്ചിരിക്കുക. അപ്പോൾ അവിടെ ഒരു കലങ്കുണ്ട് കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ ആ കലങ്കില്ലായിരുന്നു, ഒരു ചെറിയൊരു പാലമായിരുന്നു. ഇതില്ല കേട്ടോ. ആളിനെ അങ്ങ് വിളി, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര കാറ്റായിരിക്കും കേട്ടോ. ആന്നോ? അതാ ബുദ്ധിമുട്ടാണ്. പിന്നെ ഉള്ളിൽ നിന്നൊക്കെ ഇനി വരാൻ വലിയ പാടാവും കേട്ടോ. മറ്റേ വള്ളമാണെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ എവിടെ തോന്നിയാ? അതാ നല്ല വെയിൽ കൊള്ളാവല്ലോ ഇവിടെ വന്നതുകൊണ്ട് ഇല്ലയാ. അപ്പോൾ നമുക്ക് പോകാം. ഇപ്പം ഇതൊക്കെ തന്നെ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം ഇനി അടുത്ത കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരാം. അപ്പം എല്ലാവർക്കും ഞാൻ കണ്ടില്ല. അതിൽ തുണിക്കൊഞ്ചിൽ ചെറിയ കൊഞ്ചില്ലയോ ഇതല്ലയോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇതാണ്ട് ഇവിടെ നിൽക്കുന്നു മീനൊക്കെ. ഇതുണ്ടോ മീൻ നിൽക്കുന്നുണ്ടോ? ചെറിയ കൊഞ്ചാണോ ഇത്? ഇനിയിപ്പം കൊഞ്ചിൻ്റെ അവസരമാവും കേട്ടോ. ഈ കാറ്റ് വീണ് കഴിഞ്ഞാൽ കൊഞ്ചിൻ്റെ അവസരമാവും. ശരിക്കും നിൽപ്പുണ്ട് കേട്ടോ സൈഡ് കയറ്റി. അത് ഇവിടെ ഒരാളിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് അല്ലല്ല ഒരു ഇലയാ. ഞാൻ അടിച്ച് കയ്യിലെ കമ്പട്ടി ഞാണ്ടായിരിക്കും. വരി വെച്ച് പോകുന്നുണ്ടോ കൊഞ്ച്? ഇതുണ്ടോ? ചത്തുപോയതാട്ടോ. ജീവനുണ്ടോ? തുഴഞ്ഞു മേളിൽ കയറിയതാട്ടോ. ഇട്ടേക്കട്ടെ. എവിടെ ഇടണം? അവിടെ ഇരുന്ന് വിടണം. ഇയാൾ എവിടെ പോകാൻ? ഇയാളെങ്ങോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ അയാളെ കുറച്ചങ്ങോട്ടിടാം. അയാൾക്കൊരു ചെറിയ സഹായം ഇട്ടേക്കും. ഇയാൾ അവിടെ നിന്ന് പൊക്കോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.